ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നൊരു വിഷു ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷുവൊക്കെ ആവാറായില്ലേ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഈ വിഷു ആകുമ്പോഴേക്ക് 2-3 വിഷു ലുക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അതാ ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്ന് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്തത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാട്ടിയിട്ട് ഡാസ്ലറിൻ്റെ ബ്രൂലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ടോഫിയാണ് ഷെയ്ഡ്. അപ്പോൾ ഇതെനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിന് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ ഷാഡോ പാലറ്റ് ഒന്ന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കാൻ മറന്നു കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ പഴയ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട്, പഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കണത് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ ചെറിയ രീതിയിലൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഐലൈനർ വെച്ചിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴെ എഴുതുന്നില്ല കേട്ടോ. താഴെ എഴുതുമ്പോൾ എൻ്റെ കൺമഷി ഉണ്ടല്ലോ, ഉണ്ണി അതിൽ എണ്ണ ഒഴിച്ചിട്ട് ആകെ കലങ്ങിയിരിക്കണം. അപ്പോൾ താഴെ എഴുതി കഴിഞ്ഞാൽ മുഖത്താകെ പരക്കും. അപ്പോൾ ഞാൻ മുകളിൽ മാത്രമാണ് എഴുതി കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ 2 കണ്ണും ചെറിയൊരു വാലൊക്കെ ഇട്ടിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു വാലൊക്കെ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എഴുതാം. അപ്പോൾ അത് ആ കണ്ണെഴുത്ത് പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ ലിപ്പ് ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നേക്കാളും മുന്നേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അതുപോലെ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ലിപ്പ് ലൈൻ വരയ്ക്കാറുണ്ട് കേട്ടോ. ലിപ്പ് ലൈൻ വരയ്ക്കുന്നതാണ് എല്ലാവർക്കും ഒരു ലിപ്പ് നമ്മുടെ എടുത്ത് കാണിക്കാനായിട്ടും ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവാനായിട്ട്, നമ്മുടെ ലിപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ലിപ്പ് ലൈൻ വരച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടാലാണ് അത് കൂടുതൽ രസമായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം എൻ്റെ ചുണ്ടും ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിപ്പ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ അതേ രീതിയിൽ, ഇപ്പോൾ ചുണ്ട് തീരെ കുറവുള്ള ആൾക്കാരാച്ച് കുറച്ച് ഇറക്കി വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഡാസ്ലറിൻ്റെ. ഒന്നിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാണ്, DL832 എന്ന് പറഞ്ഞ ഷെയ്ഡും പിന്നെ DL825 എന്ന് പറഞ്ഞ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇട്ടേക്കുന്ന ഷെയ്ഡ് എന്ന് പറയുമ്പോൾ DL832 ആണ് കേട്ടോ. അത് നല്ലൊരു പിങ്ക് പോലത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടി ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു DL825 എന്ന് പറഞ്ഞ ഡാസ്ലറിൻ്റെ വേറൊരു ഷെയ്ഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യണ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങി നോക്കുക. എല്ലാ സ്കിന്നിനും ചേരുന്ന അടിപൊളി കളറാണ് കേട്ടോ. ഇപ്പോൾ കണ്ട കുറച്ചും കൂടി ലൈറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ഞാൻ മുഖത്തൊന്നും ചെയ്യണില്ല, ഇനി നമ്മൾ ഡ്രസ്സ് ഇടുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു സാരി വെട്ടി തയ്ച്ചതാണ് ഞാൻ, ധാവണി. അപ്പോൾ മുന്നേ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ സാരി ഉടുത്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഷോള് റെഡ് കളറ് ഞാൻ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങിയിട്ട്, അതായത് റണ്ണിങ് മെറ്റീരിയൽ മുറിച്ച് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു നെക്ക് പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു നെക്ലസ് പോലത്തെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി, റെഡും ഗ്രീനും സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സിലേക്ക് നല്ല മാച്ചായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് സെറ്റാക്കി. ഇനി നമ്മൾ കമ്മലാണ് ഇട്ടുള്ളത്. കമ്മൽ പിന്നെ അറിയാമല്ലോ, നമ്മൾ ഈ ട്രഡീഷണലൊക്കെ ആയിട്ട് ഇടുമ്പോൾ ജുമുക്ക തന്നെയാണ് അതിന് ഏറ്റവും ഭംഗി. അപ്പോൾ ഞാനൊരു റെഡല്ല, ഒരു പിങ്ക് പോലത്തെ കളറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ജിമുക്ക് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അത് പിങ്ക് ആണെന്ന്. അപ്പോൾ ഇതിലേക്ക് നല്ല രസം ഉണ്ടായിരുന്നു. ഇനി എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അഴിച്ചിടുന്നതൊക്കെ ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് വേറെ രീതിയിൽ മുടി കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അഴിച്ചിട്ടിട്ടൊക്കെയാണ് കൂടുതലും അങ്ങനെ മുടി ഹെയറിൽ സ്റ്റൈലിങ് ചെയ്യൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം സൈഡിൽ നിന്ന് മുടി ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് കുത്തിയിട്ട് നമുക്ക് മെടഞ്ഞിട്ട് പൂ വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മെടയാന്ന് പറയുമ്പോൾ ബാക്കിലേക്കല്ല, ഫ്രണ്ടിലേക്ക് മുടിയിട്ടിട്ട് മെടഞ്ഞിട്ട് പൂവ് ഇങ്ങനെ ചുറ്റി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിന്ന് കെട്ടിയതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂവും ഈ ഇലയും ഉണ്ണികൾക്ക് കളിക്കാൻ വേണ്ടി പൊട്ടിച്ചതാണ് കേട്ടോ ഞാൻ. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി, അന്ന് അത് നമുക്ക് കെട്ടിയിട്ട് ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ അതാ ഞാൻ മുടി ജസ്റ്റ് ഒന്ന് പിന്നി, അതായത് മെടഞ്ഞിട്ടിട്ട് ഈ നമ്മുടെ തെച്ചിപ്പൂവാണ് കേട്ടോ, തെച്ചിപ്പൂവും ഈ ഇലയുടെ പേരിക്ക് അറിയില്ല, ഇതിങ്ങനെ മാല കെട്ടെടുക്കണ ഒരു ഇലയാണെന്നറിയാം. അപ്പോൾ അതും കൂടിയിട്ട് ഇതാ വെച്ചിട്ടൊരു സ്ലൈഡ്, ഇപ്പോൾ വേറെ സ്ലൈഡ് കാണാൻ കയ്യിൽ അതാണ് കിട്ടിയത്. ഇനി ഇവിടെ നിന്ന് എണിക്കേണ്ട മടിക്ക് ഞാൻ തൽക്കാലം കിട്ടിയ സ്ലൈഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുല്ലപ്പൂ തന്നെ വേണമെന്നില്ല, നമുക്കിതുപോലെ തലയിൽ വെക്കാൻ പറ്റണ ചെടികൾ, ഇങ്ങനത്തെ പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ മാല കെട്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി എന്ന് പറയുമ്പോൾ ഒരു കുറിയുടെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഒരു കുറി വരച്ച് കൊടുക്കുകയാണ്. കാരണം ഇനി ഇവിടെ നിന്ന് എണീറ്റ് പോകണ്ടേ കുറി എടുക്കാനായിട്ട്.
അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ പോയി വരുമ്പോഴേക്ക് ഇവിടെ വെച്ച സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, പിള്ളേരെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒരു കുറിയും കൂടി തൊട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ഒരുപാട് അങ്ങനെ എന്താ പറയുക, വലിയ മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിക്കാൻ പുറത്തേക്ക് പോകണവരാണെങ്കിൽ, ഞാനിപ്പോൾ ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതായി കാരണം അടിക്കില്ല. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ധാവണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നാളെ മറ്റൊന്നും കൂടിയും വിഷുവിൻ്റെ ഓരോ ലുക്ക് ആയിട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ.